ഇന്ന് നല്ല കിടിക്കാച്ച് ഫിഷിങ് വീഡിയോ ആയിട്ടാണ് നമ്മൾ വന്നേക്കണത്. നമ്മ പണിക്കോണാണ്, കടലിൽ പണിക്കോണ്. നമ്മുടെ റൂത്ത് വെള്ളത്തിലാണ് നമ്മൾ ഇന്ന് ചെല്ലാനത്ത് പണിക്ക് പോകണത്. അപ്പോൾ അത് എല്ലാവരും കൂടി കൊച്ചു വെള്ളത്തെ കയറിയിട്ട് നമ്മുടെ വല വഞ്ചിയിലോട്ട് കയറേണ്ട ചെല്ലാനത്ത് നിന്നാണ്ട ചെല്ലാന ഹാർബറിൽ നിന്നാണ് നമ്മൾ പോകണം. ഇതാ നീല വെള്ളം കണ്ട, ആ ടോർച്ചടിക്കണം. ആ വെള്ളത്തിലോട്ട് കയറിയിട്ട് നമ്മൾ ഇപ്പം ഈ പോണ വെള്ളം നമ്മുടെ മീനൊക്കെ കൊണ്ടുവരാനുള്ള വെള്ളം ഉണ്ടോ, ആ വെള്ളത്തിൽ കയറിയിട്ട് ആ വലിയ വെള്ളത്തിൽ വലമുള്ള വെള്ളത്തിലായിട്ട് നമ്മൾ കയറി. അങ്ങനെ ഇതേ പ്രാർത്ഥന കഴിഞ്ഞിട്ട് ഇതേ വെള്ളം വിട്ട് അപ്പോൾ പടിഞ്ഞോട്ട് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കേണ്ട. പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാവരും നേരം വെട്ടം വീണ് വന്നേ ഉള്ളൂ, നേരം വെളുത്ത് വന്നേ ഉള്ളൂ. അപ്പോൾ അതേ എല്ലാവരും റെസ്റ്റ് എടുക്കുന്നുണ്ട്. ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഇങ്ങനെ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നുണ്ട്. അപ്പോൾ അതേ എല്ലാവരും കൂടെ വള്ളക്കാരൊക്കെ ഉണ്ട്, വേറെ വള്ളക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ കൂടെ തന്നെ നമ്മൾ ഇന്ന് ഓടേണ്ട. അത് കണ്ട നേരം വെളുത്ത് തന്നെയാണ്, വെട്ടം വീണ് വന്നേ ഉള്ളൂ കേട്ടോ. നല്ല തണുപ്പൊക്കെ ഉണ്ട്. അങ്ങനെ അതേ നമ്മൾ ഇന്ന് ഓടുക. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അതേ ഓരോ ചെമ്മീനൊക്കെ അവിടെ ഇവിടെയൊക്കെ നമ്മൾ ചാടിക്കാണും. ഇതാണ് നാരൻ ചെമ്മീനാട്ടോ ചാടിക്കാണ്. അപ്പോൾ വേറെ തിരിവൊന്നുമില്ല. ബാക്കി കുറച്ച് വെള്ളക്കാരൊക്കെ ഈ നാരൻ ചെമ്മീൻ കണ്ടിട്ട് വല അടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളും വല അടിക്കാണ്ട് ഒരുങ്ങിയുണ്ട്. അപ്പോൾ ഇച്ചിരി കൂടുതലായിട്ട് കണ്ടാൽ വല അടിക്കാമെന്ന് പറഞ്ഞ് നിൽക്കാണ്ട് ആര്യക്കാരൻ അവിടെ ഇപ്പോൾ ഉണ്ട്. ആര്യക്കാരനുണ്ട് ഈ വെള്ളം നീന്തിക്കുന്നത്. അപ്പോൾ അതേ കൂടെ വെള്ളക്കാരൊക്കെ ഉണ്ട്. നമ്മതേ കുറച്ച് നാരൻ ചെമ്മീൻ ഇച്ചിരി കൂടുതലായിട്ട് ഉണ്ട്. നാരൻ ചെമ്മീനും കൊഴുവയും എല്ലാമായിട്ട്. അപ്പോൾ അതേ വല അടിക്കാൻ വേണം അല്ലത് നമ്മതിപ്പോൾ അതേ ആര്യക്കാരൻ ഇപ്പോൾ ആര്യ പറയേണ്ടി ആര്യ അങ്ങനത്തെ ഇറങ്ങാരൻ ആ വലയുടെ അറ്റമായിട്ട് നമ്മതേ വെള്ളത്തിൽ ചാടിയിട്ടുണ്ട്. അറിയാൻ പോലെ അത് കൂട്ടുകാർക്ക് വേണ്ടി പറയണേ. അപ്പോൾ അതേ നമ്മ ഈ വല ഇങ്ങനെ കറങ്ങി ആ ഇറങ്ങിയ ആളുടെ അടുത്തോട്ട് നമുക്ക് ഇറങ്ങി വരും കേട്ടോ. ഈ നമ്മൾ കണ്ട കൊഴുവയായാലും ചെമ്മീനായാലും എന്ത് മീൻ കണ്ടാലും ഈ വലയുടെ അകത്ത് വരാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ റൗണ്ട് ചുറ്റി വരും കേട്ടോ. മൊത്തം ഇങ്ങനെ റൗണ്ട് ചുറ്റി വരും. നമ്മുടെ ഈ ചൂടവല ഉണ്ടോ, നമ്മുടെ വലിയ ബോട്ടുകാരുടെയും ഇൻബോട്ടുകാരുടെയും വലയൊന്നുമില്ല, നമ്മുടെ ചെറിയ വലയുണ്ട. ഈ കൊഴുവക്കും ചെമ്മീത്തിനൊക്കെ പറ്റിയ നല്ല ചെറിയ ചൂടൻ വലയുണ്ട. ചൂടൻ വല എന്നാണ് പറയണ കേട്ടോ. അപ്പോൾ ഇതേ റിങ് വിടണണ്ട. ആ റിങ്ങിങ്ങനെ റൗണ്ട് ചെയ്ത് വരുമ്പോൾ ഈ വല ഇങ്ങനെ അടിയിൽ ഇങ്ങനെ കൊട്ട പോലെ ആയി വരും കേട്ടോ. അപ്പോൾ അതേ കണ്ട ചെമ്മീനൊക്കെ ഇനി ചാടി പോകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നല്ല സന്തോഷത്തിലാണ്. ചെമ്മീനും കൊഴുവൊക്കെ ഇനി ചാടി പോകുന്നുണ്ട്. അവിടെ നിന്നിട്ട് അവർക്ക് കാണാൻ പറ്റുന്നുണ്ട് ചെമ്മീനും കൊഴുവൊക്കെ. അപ്പോൾ അതേ ഞാനിവിടെ നിന്ന് ഇങ്ങനെ വീഡിയോ എടുത്തിരിക്കുന്നുള്ളൂ. ബാക്ക് സൈഡിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ അതേ ഇങ്ങനെ അടിവല നീലവലയൊക്കെ ഇറങ്ങിയേട്ടാ. അപ്പോൾ അതേ കുറച്ച് വല ഇവിടെ ഉണ്ട്. മീനൊക്കെ ഇറങ്ങി വരുമ്പോഴേക്കും ആ വെള്ളത്തിൽ ചാടിയ ചാട്ടക്കാരനെന്ന് പറയും. ആ ചാട്ടക്കാരൻ്റെ അടുത്തായിട്ട് നമ്മൾ വെള്ളം അടിച്ചിരുന്നത്. ചെമ്മീനും കോഴിയൊക്കെ ഇതേ ഓടി വരുന്നുണ്ട് കേട്ടാ. നല്ല ചാട്ടമുണ്ട് ചെമ്മീൻ. അപ്പോൾ അതേ ചെമ്മീൻ ചാട്ടം നിൽക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ സൗണ്ട് പാത്രത്തിൽ ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഇങ്ങനെ ഈ സൗണ്ട് കേൾക്കുമ്പോൾ ഇങ്ങനെ ചാടി നിൽക്കോട്ടാ ചെമ്മീനൊക്കെ. അങ്ങനെ ഇതേണ്ട ചെമ്മീൻ ചാടി പോണാണ്. കൊഴുവ് ഓടിപ്പോണാണ്. എനിക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അതെന്താ നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആണ് ഈ കടലിലെ പണി. ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് പോയി നോക്കണം, പോകത്തായിരിക്കും ഒരു പ്രത്യേക. പിന്നെ ഈ റോപ്പ് കണ്ട് വെള്ളത്തിലോട്ട് വെക്കണം. അതിങ്ങനെ അടിയിൽ പോയി വെക്കണം. ആ റിങ്ങും ഇതെല്ലാം കൂടി ഇങ്ങനെ കൊട്ട പോലെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ വലിച്ച് കൂട്ടിക്കൊണ്ടുവരും കേട്ടോ. അപ്പോൾ ആ റോപ്പ് നമ്മൾ വലിക്കേണ്ട ആവശ്യമില്ല. അവിടെ ഒരു വീഞ്ചി വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ. ഒരു വീഞ്ചുണ്ട്, മെഷീനുണ്ട്. ആ മെഷീൻ വഴിയാണ് നമ്മളിങ്ങനെ അത് അടുപ്പിച്ച് അടിയിൽ നിന്ന് ഇങ്ങനെ കൂട്ടിക്കൊണ്ടുവരുന്നത്. ഇതാണ് കേട്ടോ. അത് കണ്ട കപ്പി വഴി ആ റോപ്പ് ചെയ്ത് കണ്ട വീഞ്ചി കണ്ട കറങ്ങിക്കൊണ്ടിരിക്കണം. അതിനോട്ട് നമ്മൾ റോപ്പ് ചുറ്റി കൊടുക്കുമ്പോൾ അതിങ്ങനെ പതിയെ ഇങ്ങനെ അടിയിൽ നിന്ന് ഇങ്ങനെ കൊട്ട പോലെ ആക്കി കൊണ്ടുവരും കേട്ടോ. അറിയാൻ പോലെ അത് കൂട്ടുകാർക്ക് വേണ്ടിയാണ് കേട്ടോ ഇങ്ങനെയൊക്കെ പറയണത്. അപ്പോൾ അതേ ഇങ്ങനെ ഉണ്ടതേ നല്ല കിടുക്കാച്ച് വീഡിയോ കണ്ട ഫുള്ള് കാണണം കേട്ടോ. ഇത് കണ്ട അടിയിൽ നിന്ന് ഇങ്ങനെ കൊട്ട പോലെ കൊണ്ടുവരും. അപ്പോൾ അതേ റിങ് നമ്മുടെ അടുത്തോട്ട് വന്നു കഴിഞ്ഞിട്ട് അതേ വെള്ളത്തിൽ വന്ന് മുട്ടിയിട്ട് ഇത് കണ്ട നമ്മൾ കുറച്ചിങ്ങനെ അയച്ചു കൊടുക്കണം. എന്നാലേ നല്ല വെയിറ്റ് ഉണ്ട്. അപ്പോൾ അതേ വല അത്യാവശ്യം ഒതുങ്ങി കേട്ടോ. വലിക്കണ വീഡിയോ എടുത്തില്ല. വലത് അത്യാവശ്യം ഒതുങ്ങി. കുറച്ച് കൊഴുവ വേണ്ട. കൊഴുവയും കുറഞ്ഞ മീനായിരുന്നു. തീരെ കുറഞ്ഞേണ്ടത് കണ്ട പിടിച്ചിട്ടുണ്ട്. ഇതുപോലെ കേരള വെള്ളത്തിലായിട്ട് ഈ കൊച്ചു വെള്ളത്തിലായിട്ട് നമ്മൾ പിടിച്ചിടേണ്ട. കുറച്ചായിട്ട് പിടിച്ചിട്ട് അവരെ മാറ്റിയിട്ട് നമുക്ക് കുറഞ്ഞ മീനായിരുന്നു ഉണ്ടായത്. അങ്ങനെ ഇപ്പോൾ ബാക്കി നമ്മൾ ഈ അടിച്ച വല ഇങ്ങനെ വെച്ചേക്കണണ്ട വൈന് വട്ടം ഇരിക്കണം. ഇതിപ്പോൾ നമ്മൾ താങ്ങി ഒരു കൈക്കാക്കി വിടാം. അപ്പോൾ എല്ലാവരും പണി തുടങ്ങി. വലയൊക്കെ താങ്ങി ഒതുക്കി വെച്ച് കണ്ട ഓരോരോ പണികളായിട്ട് കുറേ ഈ വലക്ക് കുറേ പരിക്കുകളുണ്ടാകും. കടലിൽ അടിയിലായാലും കുറേ സാധനങ്ങളൊക്കെ ഉണ്ടായിട്ട് കുറേ പരിക്കൊക്കെ ഉണ്ടാകും. അങ്ങനെ ഈ വലയൊക്കെ അടച്ചിരിക്കണുണ്ട്. കണ്ട റിങ് ധരിക്കണണ്ട. അങ്ങനെ അടുത്ത വല അടിക്കാനായിട്ട് ഒരുങ്ങണണ്ട. നമ്മളെന്ത് ഓടിയാണ്. നമ്മുടെ കേരളം നമ്മുടെ പറ്റേ തന്നെ ഉണ്ട്. അതിന് വിട്ടിട്ടില്ല. അതിന് വിടാൻ പറ്റിയ അത്ര മീനൊന്നും ഇല്ലായിരുന്നു നമുക്ക്. അപ്പോൾ അതേ ഇനി ഓടിക്കൊണ്ടിരിക്കണേ. പോണ വഴി ഇനി വേറെ ഏതെങ്കിലും മീൻ കാണുവാണെങ്കിൽ നമുക്ക് വല അടിക്കാം എന്നുള്ളൊരു ഇതിലെല്ലാവരും കണ്ടതേ വല അടക്കണണ്ട. പല കുറേ ചെറിയ പരിക്കുകളൊക്കെ വരും. ഇങ്ങനെ നഷ്ടമാണ് അത് ശരിക്കും നമുക്ക്. ആ പരിക്കുകളൊക്കെ കഴിഞ്ഞത് ഇപ്പോൾ കുറച്ച് വള്ളക്കാർ അവിടെ വല അടിച്ചിട്ടുണ്ട്.
അപ്പോൾ നമ്മളും ഒന്ന് നോക്കണം കേട്ടോ. അതെ അടുത്ത വല അടിച്ചേടാ, കൊഴുവായിരുന്നു കേട്ടാ. അതുകൊണ്ടാണ് ഇപ്പോൾ തട്ടാണ്ട് മുട്ടാണ്ടൊക്കെ നിൽക്കണേണ്ട. കൊഴുവാണ്, കൊഴുവ് ഓരോന്നൊക്കെ ഓടുന്നുണ്ട്, നമുക്ക് കാണാൻ പറ്റും. ഈ വീഡിയോയിൽ ക്യാമറയിൽ എന്തോരം കാണുമെന്ന് എനിക്കറിയില്ല. അത് വല കയറി വന്നിട്ട് കേട്ടാ, വല കയറി. ഞാനപ്പോൾ കയറിലോട്ട് കയറി. നല്ല പെട്ടപ്പെട്ടക്കണ്ണ അയില ചാടിപ്പോണ നല്ല പെടപെടക്കണ അയിലക്കുട്ട. അങ്ങനെ ആ വലയിൽ കുറച്ച് അയിലയും ശീലാവും നാരഞ്ചമ്മിനും പൂവാലഞ്ചമ്മിനും എല്ലാം കൂടി ഇട്ടായിരുന്നു കേട്ടോ, മിക്സ് ആയിരുന്നു സാധനം. അപ്പോൾ ഈ വല അടിച്ച് ഇപ്പോൾ വല അടിച്ചതിൽ അത് കുറച്ച് ചരക്ക് കിട്ടിയടാ, കൊഴുവ അത് ഇച്ചിരി ഉണ്ട്. അപ്പോൾ അത് ഞാൻ കയറി നോക്കി ഇനി ഇത് പെറുക്കി മാറ്റണം. ഇതിൻ്റെ അത് കൊഴുവ മാത്രമാക്കിയിട്ട് ശീലാവും അയിലയും എല്ലാം തിരിഞ്ഞിരിഞ്ഞ് മാറ്റാൻ കണ്ട. രണ്ടുപേരും ഇവിടെ നിന്ന് തിരിഞ്ഞിരിഞ്ഞ് മാറ്റണം. നമുക്ക് ഇനി ഹാർബറിൽ ഇത് കൊടുക്കാൻ നേരത്ത് ഇത് മീൻ കൊഴുവ മാത്രമാക്കിയിട്ട് നമുക്ക് കൊടുക്കണം. അതുകൊണ്ടാണ് അത് പിടച്ച് കണ്ട. ഇപ്പോഴും ചത്തിട്ടില്ല കേട്ടോ, അത് പെട്ടെന്ന് ചാവില്ല. ഇങ്ങനെ പിടച്ച് ആൾക്കാർ ഇത് കാണുന്ന വീഡിയോ കാണുന്ന ആൾക്കാർക്ക് ഇത് സങ്കടമുണ്ട്. ഇത് പിടച്ച് ഇവന്മാർ കൊല്ലണേന്ന്. പക്ഷേ നമ്മൾ ഫ്രഷ് മീനായിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ഇതെല്ലാം കാണണം കേട്ടോ. നമ്മൾ എല്ലാവരും കറി വെച്ച് കഴിക്കണേ. അപ്പോൾ ഇത് നമ്മുടെ ഹാർബറിൻ്റെ അകത്തോട്ട് നമ്മൾ കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണ് ഒന്ന് സപ്പോർട്ട് ചെയ്ത് കണ്ടോ, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഇത് നമ്മുടെ ഹാർബറിലോട്ട് എത്താറായിട്ടോ. അങ്ങനത്തെ നമുക്കിനി ഈ വെള്ളം മുട്ടിച്ചിട്ട് ഇത് ഈ മീൻ കൊട്ടയിലാക്കി അവിടെ കോരി കൊടുത്ത് അവിടെ കുറേ പണി അവിടെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ ആ വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ എന്തായാലും സപ്പോർട്ട് ചെയ്യണം. ഇതുപോലെ അടുത്ത വീഡിയോ ഇനിയും ഒരുപാട് വീഡിയോസ് വരും. അപ്പോൾ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവണേ. അപ്പം ഓക്കെ, എന്തായാലും അടുത്ത വീഡിയോ കാണാം. ഇനി അവിടെ മുട്ടിച്ചിട്ട് കുറേ പണിയുണ്ട് നമുക്ക്. ഇതെല്ലാം കോരി അടുത്ത ഇതിലായിട്ട് നമുക്ക് തരകന്മാരുണ്ടാവില്ല, അവരാണ് വിളിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഫ്രഷ് മീനൊക്കെ വേണ്ട ആൾക്കാർ ചെല്ലാനത്തായിട്ട് പണിയുള്ളപ്പോൾ വന്നാൽ കേട്ടോ. പണിയുള്ളപ്പോൾ വരുമ്പോൾ നല്ല ഫ്രഷ് മീൻ വാങ്ങിക്കൊണ്ട് പോവാം. കണ്ടത് നമ്മൾ പിടിച്ച മീനിവിടെ കിടപ്പുണ്ട്. കണ്ടത് നല്ല തിരിഞ്ഞ് നേരത്തെ ആദ്യം കണ്ട പോലെ അല്ലാണ്ട് നല്ലപോലെ തിരിഞ്ഞ് നല്ല ക്ലീൻ ആക്കിയിട്ട് നല്ല ഫ്രഷ് മീനാണ്. നമുക്ക് അവിടെ എന്ത് വില കിട്ടുമെന്നൊന്നും നമുക്കറിയില്ല. നമുക്ക് ഒരു ഉറപ്പില്ലാത്തതാണ് എന്ത് വിലക്ക് പോകുമെന്നൊക്കെ നമുക്കറിയില്ല. അവിടെ ചെന്നാലേ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ അവിടെ വെള്ളം മുട്ടിച്ചിട്ട് കൊട്ടയിൽ മീൻ കോരി അങ്ങോട്ട് കൊടുക്കാൻ പോകണം.